കാർഷിക വൃത്തിയോട് മുതിർന്ന തലമുറ അകൽച്ച പ്രകടിപ്പിക്കുമ്പോൾ ഇളം തലമുറ കാർഷിക വൃത്തിയുടെ സാധ്യതകളും ഈ മേഖലയോടുള്ള അഭിരുചിയും വിളിച്ചോതുകയാണ്. വിദ്യാർത്ഥി സമൂഹമാണ് ഇത്തരത്തിലൊരു അഭിരുചിയും സന്തോഷവും വിളിച്ചറിയിക്കുന്നത് എന്നത് ഇത്തരത്തിലുള്ള അറിവിന് തന്നെ പ്രത്യേക ശോഭ പകരുകയാണ്. കുറവലങ്ങാട് സെന്റ് മേരീസ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം മനം കുളിർപ്പിക്കുന്ന വലിയ കാഴ്ചകൾ സമ്മാനിക്കുന്നത് ഇവിടുത്തെ കുട്ടികളുടെ കാർഷിക പ്രേമവും അധ്യാപകരുടെ നേതൃത്വവുമാണ്. സ്കൂളിലെ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിന്റെ മുൻവശത്തെ മുറ്റം മുഴുവൻ കിളച്ച് ഒരുക്കി കാബേജും കോളിഫ്ലവറും അടക്കമുള്ള ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ശീതകാല പച്ചക്കറിക്ക് അപ്പുറം നാട്ടിൻപുറങ്ങളിൽ പോലും നന്നായി വിളയുന്ന വെണ്ടയും പയറും പാവലുമൊക്കെ സ്കൂളിന്റെ മുറ്റത്ത് കൃഷി ചെയ്ത് വിളവെടുക്കുന്ന രീതിയും ഇവിടെ വർഷങ്ങളായി ഉണ്ട്. കാർഷിക രീതിയെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ക്യാബേജിന് വേണ്ടിയുള്ള തടമാണ്. ഇന്ന് വൈകുന്നേരം തന്നെ ഈ തടം നനച്ച് കൃഷി ഓഫീസർ വന്ന് ഈ സ്ഥലം കണ്ട് കൃഷി ചെയ്യും. പിന്നെ അപ്പുറത്തെ സൈഡ് ഞങ്ങൾ വേണ്ട അങ്ങനെ മറ്റ് സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് ക്യാബേജ് കോളിഫ്ലവർ തുടങ്ങിയ കൃഷിയാണ്. ഇന്ന് കൃഷി ഓഫീസർ വന്ന് സ്ഥലമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾക്ക് വിത്ത് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. വിത്താണെങ്കിൽ എൻ്റെ അവിടെ നിന്നും കൂടി തന്നെ ഞങ്ങൾ ഇന്ന് ഇവിടെ നനച്ച് ചെയ്യുന്നത്. ഇതെല്ലാം ഞങ്ങൾക്ക് വേറെ മറ്റു കൃഷികളുണ്ട്. പുറകിലാണെങ്കിൽ വെണ്ടയൊക്കെ ഉണ്ട്, വെണ്ട, ചീര, മുളക് തുടങ്ങിയൊക്കെ ഉണ്ട്. കാർഷിക ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്രമീകരണങ്ങളെക്കുറിച്ചും കൃഷി വകുപ്പിന്റെ സഹായങ്ങളെക്കുറിച്ചും കാർഷിക ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകൻ കുര്യൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. കാർഷികമായ കഴിവുകൾ വിനിയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഒരു കൃഷിത്തോട്ടം വിഭാവനം ചെയ്തിരിക്കുന്നത്. വെണ്ട, അതുപോലെ തന്നെ വഴുതന, പിന്നെ പടവലം, അതുപോലെ തക്കാളി, കോളിഫ്ലവർ ഇങ്ങനെയുള്ള കൃഷി ഐറ്റംസാണ് നമ്മളിവിടെ കൃഷി ചെയ്യാനായിട്ട് തയ്യാറാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ കൃഷി വകുപ്പിൻ്റെ സഹായം കൊണ്ട് അവരുടെ കൂടെ സഹായത്താലാണ് ഇന്ന് ഈ പ്രോജക്റ്റ് ഇവിടെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളുടെയും ഇതിനോടുള്ള ഈ ക്ലബിനോടുള്ള ഒരു ആഭിമുഖ്യം വളർത്തിയെടുക്കുക എന്നാണ് ഈ ക്ലബ്ബ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ ദിവസങ്ങളിലും അവർ അതിൻ്റെ പോരായ്മകൾ നോക്കുകയും വേണ്ട എൻ്റെ നിർദ്ദേശമനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.